അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ എൻ്റെ വിഷയം ബലിപ്പെരുന്നാളും തക്ബീറും എന്നതിനെക്കുറിച്ചിട്ടാണ്. ചോദ്യം: ബലിപ്പെരുന്നാളിന് ഏത് സമയം മുതലാണ് തക്ബീർ ചൊല്ലൽ സുന്നത്തുള്ളത്? നിസ്കാരം കഴിഞ്ഞ ഉടനെയാണോ ദിക്റും ദുഹായും കഴിഞ്ഞ ശേഷമാണോ തക്ബീർ ചൊല്ലേണ്ടത്? ഫർള് നിസ്കാരങ്ങളുടെയും സുന്നത്ത് നിസ്കാരങ്ങളുടെയും ശേഷം ചൊല്ലൽ സുന്നത്തുണ്ടോ? മൊത്തം എത്ര ഫർള് നിസ്കാരം ശേഷം ചൊല്ലാനുണ്ടാകും? ഉത്തരം: ദുൽഹിജ്ജ 9 സുബ്ഹി മുതൽ അയ്യാമുത് തശ്രീഖിൻ്റെ അവസാനത്തെ ദുൽഹിജ്ജ 13 അസ്ർ വരെ എല്ലാ നിസ്കാരങ്ങളുടെയും ഫർളും സുന്നത്തും ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. തുഹ്ഫ 3:53, മുഗ്നി 1:314 കാണാം. ഈ തക്ബീറുകൾക്കാണ് മുഖയ്യദായ തക്ബീറുകൾ എന്ന് പറയുന്നത്. ഈ തക്ബീറുകൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ മറ്റു ദിക്റുകൾ കൊണ്ട് വരുന്നതിന് മുമ്പ് കൊണ്ട് വരണം. ഷർവാനി 3:51 കാണാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ മൊത്തം അദാഹായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ എണ്ണം 23 ആയിരിക്കും. നിഹായത്തു സൈൻ 109. അറഫ ദിവസത്തെ സുബ്ഹി മുതൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ഫജ്ർ മുതൽ എന്നാണ്. അപ്പോൾ അറഫ ദിവസം സുബ്ഹി നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് ഒരാൾ മറ്റൊരു നിസ്കാരം ഖളാഹ് വീട്ടുകയോ മറ്റോ ചെയ്താൽ ആ നിസ്കാരത്തിൻ്റെ ശേഷവും തക്ബീർ സുന്നത്തുണ്ട്. ഷർവാനി 3:53 കാണാം. അയ്യാമുത് തശ്രീഖിൻ്റെ അവസാനത്തെ അസ്ർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്നാണ്. അപ്പോൾ അന്നത്തെ അസ്ർ നിസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയത്തിന് മുമ്പായി മറ്റൊരു നിസ്കാരം ഖളാഹ് വീട്ടിയാൽ ആ നിസ്കാരത്തിന് ശേഷവും തക്ബീർ സുന്നത്തുണ്ട്. ഷർവാനി 3:53 കാണാം. ചെറിയ പെരുന്നാളിന് മുഖദായ തക്ബീറുകൾ ഇല്ല. മുത്തലഖ്, മുർസൽ മാത്രമാണുള്ളത്. ഈ തക്ബീറുകൾ അഥവാ മുർസൽ ആയ തക്ബീറുകൾ നിസ്കാര ശേഷമുള്ള ദിക്റുകൾക്ക് ശേഷമാണ് കൊണ്ടുവരേണ്ടത്. ഷർവാനി 3:52 കാണാം. എല്ലാ നിസ്കാരവും എന്ന് പറഞ്ഞതിൽ ഫർളും നിയത്ത് നിസ്കാരം അടക്കം സുന്നത്തും അദാഹും ഖളാഹും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ബലിപ്പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഖുതുബക്ക് മുമ്പായി തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. തുഹ്ഫ 3:53 കാണാം. ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഞാൻ എൻ്റെ വിഷയം ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.